ഹലോ എവരി വൺ വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. നമ്മുടെ എക്സാം ബൈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ തുടങ്ങി നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് അതെന്താണ് എന്നുള്ളതും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ചോദിച്ചൊരു കാര്യം, ശരി ഫൗണ്ടേഷൻ നല്ല കാര്യമാണ്, സ്കൂളിൽ അവർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ഓറിയൻറ്റഡായി ഫ്യൂച്ചർ ഓറിയൻറ്റഡായി കൺസെപ്ച്വൽ ലേണിംഗ് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അല്ലേ, ഓൺലൈൻ ലേണിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എത്ര ഉണ്ടാവും? അല്ലെങ്കിൽ പല പാരൻസും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ചെറിയ കുട്ടികളല്ലേ, ഓൺലൈൻ അല്ലേ, അവർ നന്നായി പഠിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നന്നായി ക്ലാസ്സുകൾ കേൾക്കാനോ ഫോളോ ചെയ്യാനോ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പല ആളുകളുടെയും ഒരു സംശയം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളിത് പറയുമ്പോൾ ശരിയാണ്, എക്സാം ബൈ ലേണിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ലേണിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലേ, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. ക്ലാസ് എന്ന് പറഞ്ഞാൽ സൂമിൽ ഇങ്ങനെ ഘോരം നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവും. ക്ലാസ്സൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ സൂം ഓണാക്കി വെച്ച് കുട്ടികൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ കളിക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇതാണ് നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള ഓൺലൈൻ ലേണിംഗ്. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഓൺലൈൻ ലേണിംഗ് ആണെങ്കിൽ, ഇതാണ് ഓൺലൈൻ ലേണിംഗ് എങ്കിൽ ഓൺലൈൻ ലേണിംഗ് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് അല്ലേ, തീരെ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തൊരു ലേണിംഗ് മെത്തേഡാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ എക്സാം ബൈ ലേണിംഗ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ആഗോള തലത്തിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ലേണിംഗ് ഏറ്റവും എഫക്റ്റീവ് ആക്കാൻ സാധിക്കുക, ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നിട്ട് ഒരുപാട് മെത്തേഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് പോലും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം, ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ഫിസിക്സിലെ ഒരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ മൊത്തത്തിൽ ക്ലാസ് എടുക്കാൻ ഒരു 2 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. ആ 2 മണിക്കൂർ ഒരു സൂമിൽ ഇങ്ങനെ ക്ലാസ് എടുത്താൽ ഏതെങ്കിലും കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്ക് അത് മനസ്സിലാവുമോ? ഇല്ല. ആ ഒരു ഏകദേശം ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ അറ്റൻഷൻ പോകും. പ്രത്യേകിച്ചും ഈ ഡിവൈസിൻ്റെ മുമ്പിലൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അങ്ങ് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇറ്റ്സ് എ റിയാലിറ്റി, റൈറ്റ്? അപ്പോൾ അവിടെ അങ്ങനെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു രീതി ശരിയല്ല, അല്ലെങ്കിൽ അതല്ല വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കുറേ പോകുക. അപ്പോൾ ഒരുപാട് നേരം പോകും, നമുക്ക് ഇന്നെഫക്റ്റീവായ രൂപത്തിലേക്ക് ആ ക്ലാസ്സുകൾ മാറും. ഇത് രണ്ടുമല്ല യഥാർത്ഥ വഴി എന്ന് പറയുന്നത്. മറിച്ച് അവിടെ ഈ ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചിൽ ചെയ്യുന്നത്, ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ഓക്കെ, ആ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു 10 മിനിറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഫോഴ്സ്, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ എന്താണുള്ളത്, ഒരു 10 മിനിറ്റ്. ആ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതവിടെ തീർന്നു. അതിനുശേഷം അത് മനസ്സിലായോ, ആ 10 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതാണ് യഥാർത്ഥത്തിൽ എക്സാം ബൈ ലേണിംഗ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ ആ കുട്ടിക്ക് മനസ്സിലാവും, കഴിഞ്ഞ 10 മിനിറ്റ് മനസ്സിലായോ ഇല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു അറ്റൻഷനൊക്കെ ഒന്ന് മാറി, ചെറിയൊരു ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തു, ഒന്ന് ഫ്രഷ് ആയി അല്ലേ. എന്നിട്ട് അടുത്ത ഒരു വീഡിയോ ഒരു 15 മിനിറ്റ് ഒരു ഫസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആ കൺസെപ്റ്റ് മനസ്സിലായോ എന്നറിയാൻ അതിനുശേഷം ഒരു 4 ക്വസ്റ്റ്യൻസ്. ആ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ കുട്ടിക്ക് മനസ്സിലാവും എന്ത്, ഈ കഴിഞ്ഞ 15 മിനിറ്റ് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു മണിക്കൂറുള്ള 2 മണിക്കൂറുള്ള ക്ലാസ്സുകൾ ഒറ്റയടിക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള കോണ്ടൻസ്, അതിൻ്റെ ഇടയിൽ അവർക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മെത്തേഡാണ് ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആവശ്യമായ സ്ഥലങ്ങളിൽ ചില കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ വെറും ക്ലാസ്സുകൾ മതിയാവില്ല, അവർക്ക് തന്നെ പരീക്ഷിച്ച് നോക്കേണ്ടി വരും. അങ്ങനെയുള്ള സിമുലേഷൻസ്, ഫെറ്റ്, ജിയോജിബ്ര പോലെയുള്ള, അതുപോലെ തന്നെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ അവർക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് കളിച്ചു പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സിമുലേഷൻസും അതിൻ്റെ ഇടയിലുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും, ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. പക്ഷെ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മിറർ ഒന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അതിലേക്കൊരു ലൈറ്റ് അടിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത് ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപകാരം ഉണ്ടാവും അല്ലേ. അത്തരത്തിലുള്ള സിമുലേഷൻസ് അടങ്ങുന്ന ഒരു വളരെ ഇൻട്രാക്റ്റീവായി തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, എക്സാം ബൈ ലേണിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി റെക്കോർഡാണ്, അവർക്ക് അവരുടെ സമയത്തിനനുസരിച്ച് അവർ അത് കാണാൻ സാധിക്കും. പക്ഷേ കുട്ടികൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ മെൻറ്റേഴ്സ് ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ
ഇത് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പരമാവധി നമ്മൾ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല അല്ലേ. അത് കാണുമ്പോൾ കുട്ടികൾക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഡൗട്ട് ക്ലിയറൻസിന് കുട്ടിക്ക് എപ്പോഴാണ് ഡൗട്ട് വരുന്നത് അത് ചോദിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ലൈവാണ് പിന്നെ ഏറ്റവും അവസാനം നടത്തുക. ആ ഒരു ചാപ്റ്റർ അവസാനിക്കുമ്പോൾ ഒരു ലൈവ് ഉണ്ടാവും, അതിൽ ഒരു ഡിസ്കഷനാണ്, ക്ലാസ് എടുക്കലല്ല അല്ലേ. ക്ലാസ് ഓൾറെഡി ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യും, അതിനുശേഷം ഒരു ഡിസ്കഷൻ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും, കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. ആ രൂപത്തിലുള്ളൊരു ലൈവ് ക്ലാസ്സാണ് ഏറ്റവും അവസാനം ഉണ്ടാവുക. അതിനുശേഷം കുട്ടിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതൊക്കെ മനസ്സിലായോ എന്നറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പാരലലി കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വർക്ക് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്ററിലും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാവും. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ ലെവലിൽ അവർ ഓക്കെ ആണോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ലെവൽ 2 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്കോളർഷിപ്പ് എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിലുണ്ടാവും. ലെവൽ 3 എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവൽ അല്ലേ. ഈ രൂപത്തിൽ ഓരോ ലെവലും ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അവർ അസസ് ചെയ്യാൻ പറ്റുന്ന വർക്ക് ബുക്കുകൾ ഉണ്ടാവും. ഈ വർക്ക് ബുക്കുകളൊക്കെ ചെയ്തതിന് ശേഷം അവർ ഒരു ഫൈനൽ എക്സാമും കൂടി എഴുതും. എക്സാം എഴുതിയതിന് ശേഷം എല്ലാ ആഴ്ചയും എക്സാംസ് ഉണ്ടാവും, എല്ലാ വീക്കിലും യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും. ആ യൂണിറ്റ് ടെസ്റ്റ് ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ അവരുടെ കൂടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടികളാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ നല്ല ആവറേജ് ഓർ അബവ് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ അവർ മത്സരിച്ചിട്ട് അവരുടെ പൊസിഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും അവർക്ക് സാധിക്കും. ഈ രൂപത്തിലാണ് നമ്മുടെ ഒരു മൊത്തം ലേണിംഗ് സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കംപ്ലീറ്റ്ലി ഒരു ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സൂം ക്ലാസ് എടുത്ത് കൊടുക്കുക എന്ന രൂപത്തിൽ കഴുകുകയല്ല, മറിച്ച് പരമാവധി എഫക്റ്റീവാക്കി അവരെ ഇൻട്രാക്റ്റീവ് ആക്കി അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അവർക്ക് തന്നെ പഠിക്കാനുള്ള കൂടുതൽ സിമുലേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് എക്സാം ബൈ ലേണിങ്ങിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 6th മുതൽ 10th വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യും. സയൻസിലും മാത്സിലും താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നിങ്ങൾ ഭാവിയിൽ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാംസ് ആണെങ്കിലും പ്രവേശന പരീക്ഷകളാണെങ്കിലും അതിനൊക്കെ ഉള്ള ഒരു ഫൗണ്ടേഷനാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.